പ്രിയമുള്ളവരെ, ഞാൻ ഇന്നലെ പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു. ഉപ്പളയിലെ വ്യാപാര സ്ഥാപനങ്ങൾ പൊതുസ്ഥലം കയ്യേറിയതുമായി ബന്ധപ്പെട്ട് ഇന്നലെ അവരൊക്കെ പോയി കണ്ടു. ആദ്യം എന്ന നിലയിൽ ഉപ്പള ലീഗ് ഓഫീസ് മസ്ജിദ് റോഡിലെയും ഉപ്പള ലീഗ് ഓഫീസ് ബസ് സ്റ്റാൻഡ് പോകുന്ന റോഡിലെയും വ്യാപാരികളോടാണ് ഞാൻ ആദ്യമായി സംസാരിച്ചത്. ഇന്ന് രാവിലെ എൻ്റെ പ്രിയ സുഹൃത്ത് വാർഡ് മെമ്പറുമായ ഷെരീഫും ഞാൻ പോകുന്ന സമയത്ത് 99% വ്യാപാരികളും അവർ പുറത്തു വെച്ച എല്ലാ സാധനങ്ങളും അകത്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ തുറക്കുമ്പോൾ ആരും പൊതുസ്ഥലം കയ്യേറിയിട്ടില്ല. 1-2 ഷോപ്പുകൾ വീണ്ടും പഴയ പോലെ വെച്ചിട്ടുണ്ടായിരുന്നു. അവരോട് സംസാരിച്ചു, കാര്യങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോയി. അവരൊക്കെ പൂർണ്ണമായി വ്യാപാരികൾ സഹകരിച്ചു. മനോഹരമായ റോഡാണ് ഈ 2 റോഡുമായിട്ടുള്ളത്. ഇന്ന് ഞാനും വാർഡ് മെമ്പറും തൊട്ടടുത്തുള്ള ക്യാമ്പ് സ്റ്റോർ റോഡിലേക്ക് പോയി. ആ റോഡിലേക്ക് പോയപ്പോൾ അവിടെ നമുക്കറിയാം ഏറ്റവും കണ്ടസ്റ്റഡ് ആണ്, ഒരു വാഹനം പോലും പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. ഇന്ന് പോയി അവരോടൊക്കെ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. തൊട്ടടുത്തുള്ള ഹോസ്പിറ്റൽ റോഡ്, ആ ഹോസ്പിറ്റൽ റോഡിലും ഹെൽത്ത് ഹോസ്പിറ്റലിൽ പോകുന്ന റോഡിലും പ്രയാസമാണ്. അവിടെയുള്ള വ്യാപാരികളോട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഞാൻ മനസ്സിലാക്കുന്നു, നാളെ ഈ സ്ഥലങ്ങളൊക്കെ ഒന്നും കൂടി പോയി പൊതുജനങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം കൃത്യമായി നൽകുന്ന രീതിയിലേക്ക് ചെയ്യാൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. എല്ലാ ആളുകളെയും പൂർണ്ണമായ സഹകരണം വേണം. പല ആളുകൾ ചില സ്ഥലങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഈ ദൗത്യം എത്രത്തോളം പൂർത്തീകരിക്കാൻ പറ്റും അത്രത്തോളം പൂർത്തീകരിക്കും എന്നതിൽ യാതൊരു സംശയവും വേണ്ട, യാതൊരു ആശങ്കയും വേണ്ട. ഇത് നാട്ടിന് വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. പല ആളുകളും പറയുന്നു ഇത് നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ നിങ്ങളെ ബാധിക്കുമെന്ന്. വ്യക്തിപരമായ ഒരു പ്രശ്നവും ഞങ്ങൾക്കുണ്ടായാൽ പ്രശ്നമില്ല. ഇത് സമൂഹത്തിനും നാട്ടിനു വേണ്ടിയാണ് ഞങ്ങൾ ഈ ഒരു വലിയൊരു ദൗത്യമായി പോയിട്ടുള്ളത്. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരുടെ, എൻ്റെ പ്രിയപ്പെട്ട വ്യാപാരി സുഹൃത്തുക്കളെ പൂർണ്ണമായ സഹായവും സഹകരണവും പിന്തുണയും ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു.